നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 85 സീറ്റിൽ വിജയസാധ്യതയെന്ന വിലയിരുത്തലിൽ കോൺഗ്രസിന്റെ ബത്തേരി ക്യാമ്പ്. മലപ്പുറത്തും പത്തനംതിട്ടയിലും മുഴുവൻ സീറ്റുകളിലും വിജയപ്രതീക്ഷയാണ്. നേതൃയോഗത്തിലെ മേഖല തിരിച്ചുള്ള അവലോകന യോഗത്തിലാണ് വിലയിരുത്തൽ. കൂടുതൽ വിവരങ്ങളുമായി ആൽവിൻ തോമസ് ചേരുകയാണ്. ആൽവിൻ, എന്തായാലും ജയിക്കും എന്ന് ഉറപ്പിക്കുന്നു. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ 100 സീറ്റിൽ ജയവുമായി വരുമെന്നൊക്കെയായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പക്ഷേ 85 സീറ്റിലെങ്കിലും ഉറച്ച വിജയപ്രതീക്ഷയുണ്ട് കോൺഗ്രസിന്. നിശ്ചയമായും അങ്ങനെ തന്നെയാണ് രുചീഷ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടന്ന സോൺ തിരിച്ചുള്ള ചർച്ചയിലാണ് ഇത്തരത്തിലൊരു സീറ്റ് കണക്കുന്ന നിലയിലേക്ക് ചർച്ചകൾ എത്തുകയും അത് 3 സ്ഥലങ്ങളിലായി അല്ലെങ്കിൽ 3 ഗ്രൂപ്പായി തിരിഞ്ഞുകൊണ്ട് ഉത്തര കേരളത്തിലെയും അതോടൊപ്പം തന്നെ ദക്ഷിണ കേരളത്തിലെയും അതോടൊപ്പം തന്നെ മധ്യ കേരളത്തിലെയും ഇങ്ങനെ 3 ആയി തിരിച്ചുകൊണ്ടായിരുന്നു ചർച്ച നടന്നത്. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ കനകോല കമ്മിറ്റി നേരത്തെ കണ്ടെത്തിയിരുന്ന ചില സൂചനകളുണ്ടായിരുന്നു. ആ സൂചനകളുടെയൊക്കെയും പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു സീറ്റ് നില എന്നുള്ള കോൺഗ്രസ് ഉറപ്പിച്ചിരിക്കുന്നത്. 85 സീറ്റിൽ വിജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഈ കണക്ക് കൂട്ടലിലുള്ള ഉറച്ച പ്രതീക്ഷ. അതിൽ 3 ജില്ലകളിൽ സമ്പൂർണ്ണ വിജയം ഉണ്ടാകുമെന്ന് പറയുന്നു. അതൊന്ന് മലപ്പുറമാണ്, ഒന്ന് വയനാടാണ്, അതോടൊപ്പം തന്നെ ഒന്ന് പത്തനംതിട്ടയാണ്. ഈ 3 ജില്ലകളിൽ സമ്പൂർണ്ണ വിജയം കൈവരിക്കാൻ കഴിയുമെന്നുള്ളതാണ് അവർ പറയുന്നത്. അവരുടെ കണക്കൂട്ടൽ അങ്ങനെയാണ്. 140 സീറ്റിൽ ഏതാണ്ട് 85 സീറ്റിലാണ് അങ്ങനെ കേരളമാകെ വിജയിക്കാൻ കഴിയുക. 85 അതിലധികം എന്നുള്ള സീറ്റിലേക്കാകും വിജയിക്കാൻ കഴിയുക എന്നതാണ് കോൺഗ്രസിൻ്റെ ഒരു വിലയിരുത്തലായി അവർ പറയുന്നത്. ഇത് അവരുടെ ഈ സോൺ തിരിച്ചുള്ള 3 സോൺ തിരിച്ചുള്ള മീറ്റിങ്ങിലാണ് ഇത്തരത്തിലുള്ള ചർച്ച ഉരുത്തിരിഞ്ഞ് വരികയും ചെയ്തത്. ഇത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലസൂചനകളുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കണക്കുകൾ വച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ടും വരാനിരിക്കുന്ന സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ടും ഒക്കെയാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ വന്നത്. ഈ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കേരളത്തിലെ ആകെ ബ്ലോക്ക് പഞ്ചായത്ത് എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 85-ലധികം ബ്ലോക്ക് പഞ്ചായത്തുകൾ, 87ഓളം ബ്ലോക്ക് പഞ്ചായത്തുകൾ UDF-നൊപ്പമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് അത്തരം കണക്കുകൾ കൂടി ഉപയോഗപ്പെടുത്തിയും പഞ്ചായത്ത് തലത്തിലുള്ള കണക്കുകൾ ഉപയോഗപ്പെടുത്തിയുമാണ് അന്ന് അവർ കണക്കുകൂട്ടൽ നടത്തിയത്. ആ കണക്കുകൂട്ടൽ ഓരോ ജില്ലയുടെയും ചാർജുള്ള DCC പ്രസിഡന്റുമാരടക്കമുള്ളവരും KPCC ഭാരവാഹികളും അടക്കമുള്ളവരുമാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്. അതിൽ വളരെ വിശദമായി തന്നെ ഈ കണക്കുകൾ അവതരിപ്പിച്ചു ഓരോ ജില്ലയിൽ നിന്നുള്ളവരും. അങ്ങനെ ഓരോ മണ്ഡലത്തിലെയും വിശകലനം നടത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ 85-ലധികം സീറ്റുകൾ നേടി വിജയിക്കുമെന്നുള്ളത് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് മുമ്പ് 100-ലധികം സീറ്റ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ആലങ്കാരികമായി അദ്ദേഹത്തിൻ്റെ വിജയപ്രതീക്ഷ കൊണ്ട് പറഞ്ഞതായിരിക്കാമെങ്കിലും 85-ലോളം ഏറ്റവും കുറച്ച് അവർ പറയുന്നത് 85 സീറ്റിലെങ്കിലും അവർക്ക് വിജയിക്കാൻ കഴിയും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ്. അതിന് മുകളിലേക്ക് കടന്നു പോകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ശരി ആൽവിൻ, ആ പ്രതീക്ഷയാണ് കോൺഗ്രസിന് ഉള്ളിൽ നിന്നുള്ള യോഗത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. 85 സീറ്റിൽ ഉറച്ച വിജയപ്രതീക്ഷയാണ് UDF-ന് ഉണ്ടാവുക എന്ന് പറയുന്നു. എന്തായാലും ഭരണത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസിന്റെ നേതൃയോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. ആൽവിനാണ് വിശദാംശങ്ങൾ നൽകിയത്.